ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് 6-7 മക്കൾ ഇതിനകത്ത് കമൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ മക്കളുടെ പേര് മിനി എന്ന് പറഞ്ഞൊരു മകൾ ഇതിനകത്തല്ല, കഴിഞ്ഞ ദിവസം മിനി, നിർമ്മല പവിത്രൻ, രാധ, ഗീതാ നായർ, രുക്മിണി മോഹൻ, ബിന്ദു മോഹൻ, നിർമ്മല രമേഷ്, എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. കമൻസ് ചെയ്യാത്തവർക്കും എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും ഭഗവത്കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. എല്ലാവരും ഇത് വീടുകളിൽ രാമായണവും ഭാഗവതമൊക്കെ വാങ്ങിച്ച് വെക്കണം മക്കളെ. നമുക്ക് മറ്റെല്ലാ കാര്യത്തിനും നമുക്കെല്ലാം ഉണ്ട്. എങ്ങനെയാലും മറ്റു കാര്യങ്ങൾ, ഈ ലോക കാര്യങ്ങളെല്ലാം നമ്മൾ നേടിപ്പോകും. പക്ഷെ എന്താ, ഈശ്വരനെ അറിയാനുള്ള കാര്യങ്ങൾക്കുള്ള ഇതൊക്കെ വായിക്കാൻ ഭാഗവതവും ഈ രാമായണവും ഒക്കെ വേണ്ടി. കുട്ടികൾ ഇനി വരുന്ന തലമുറയൊക്കെ നന്നായി അവർ ആത്മീയമായി വളരണം. ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ വളരെ പാടാണ്. കലിയുഗത്തിൻ്റെ വിഷം നിറഞ്ഞ അങ്ങേറ്റം. അപ്പോൾ സമാധാനവും ശാന്തി നമുക്ക് വേണം. എന്തെല്ലാം വാരി കൂട്ടിയാലും ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടായാലും സമാധാനവും ശാന്തിയും കിട്ടത്തില്ല. അത് ഈശ്വരനിൽ കൂടെ കിട്ടുന്നതാണ്. അത് ഈശ്വരൻ തന്നെ നമുക്ക് കനിഞ്ഞ് കൃപ തന്നെങ്കിലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം നിറവാകും. ഈ ലോകത്തിലുള്ള സർവ്വവും നമുക്ക് തൃപ്തിയാവും. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനക്കേട് വരും. എന്തുകൊണ്ടും നമുക്ക് തൃപ്തികരമായിരിക്കും. ഈശ്വരൻ ആരാധന വ്യക്തിക്ക് അങ്ങനൊരു ഗുണമുണ്ട്. എല്ലാം നമുക്ക് സമാധാനം ഉണ്ടാവണ്ടേ, അതിന് ഈശ്വരൻ നമുക്കെല്ലാം തൃപ്തികരമായി തന്നിരിക്കും. ഒരുപാടങ്ങ് വാരി കൂട്ടുമെന്നല്ല, അത് നമുക്ക് മതി, എല്ലാം മതി മതി എന്നാവും. പിന്നെ ഒന്നും തന്നെ നമുക്ക് വേണമെന്നൊരു ആഗ്രഹം വരത്തില്ല. കാരണം എല്ലാം ആവശ്യത്തിനുള്ള എല്ലാം കിട്ടും. മക്കളുടെ കാര്യമായാലും നമ്മുടെ കാര്യമായാലും എല്ലാം അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ അനുഭവം എന്നാണ് എൻ്റെ മക്കൾക്ക് പറഞ്ഞത്. എനിക്ക് ഇല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. എൻ്റെ അനുഭവങ്ങളും എനിക്കുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. വേറെ അങ്ങൊന്നും കിട്ടുന്നതല്ല. ഞാൻ എന്നിൽ തന്നെ ഉള്ളതാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്കിനി അന്ന് വായിച്ചതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. അന്ന് എന്താ വായിച്ചത്? ശ്രീരാമ ഭഗവാനെ അഭിഷേകം ചെയ്ത് പിന്നെ രാജ്യം പാലിക്കാനായിട്ട് ഭരതൻ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, അത് പിതാവിൻ്റെ വാക്ക് ലംഘിക്കാൻ പാടില്ല, അത് അന്യായമാണ്, സത്യക്കേടാണ്, സത്യവിരോധമായി പോകും. അതുകൊണ്ട് നീ ഭരതൻ തന്നെ രാജ്യം അഭിഷേകം ചെയ്യൂ, ശ്രീരാമൻ വനത്തിലും പോകാം. അങ്ങനെയെല്ലാം നിർബന്ധം പിടിച്ചപ്പോൾ നമ്മൾ അവിടെ വരെയല്ലേ വായിച്ചത്. അപ്പോൾ ശ്രീജിതൻ മൂഢൻ എന്തൊക്കെയാ പിതാവിനെ സഹികെട്ടപ്പോൾ ഭരതൻ പറയുന്നു, എന്താ പറയുന്നേ? അതായത് നീ പോയി പരിപാലിക്കുക, രാജ്യം നിർബന്ധം പിടിക്കാതെ തന്നെ പോകൂ, പിതാവിൻ്റെ വാക്കല്ലേ, അത് നമ്മൾ അനുസരിക്കണം, അല്ലെങ്കിൽ ഇപ്പം അത് പാപമാണ്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മൃതനായി പോകും, മരിച്ചനൊത്ത് ജീവിക്കുന്നതായി പോകും പിതാവിൻ്റെ വാക്ക് പാലിച്ചില്ലെങ്കിൽ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും, മരിച്ചാലും വലിയൊരു സംശയം. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ വിഷമമായി ഭരതന്. എന്ത് ചെയ്യും? അപ്പോഴെന്താ പറയുക? രാമവാക്യം കേട്ട് ഭരതൻ പറയുന്നത്, കാമുകനായ താതൻ, മൂഢമാനസൻ, ശ്രീജിതൻ, ഭ്രാന്തൻ, ഉന്മത്തൻ, വയോധികൻ, രാജഭാവം കൊണ്ട് രാജസമാനസൻ, ഇങ്ങനെയൊക്കെ കുറേ പിതാവിനെ പറഞ്ഞു. അതൊക്കെ കേട്ട് ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതി, അതും കൂടെ പറഞ്ഞു. ഇതൊന്നും ശരിയാവത്തില്ല, മന്നവനായി ഭവാൻ വാഴുക മടിയാതെ. എനിക്കിതൊന്നും ശരിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, എനിക്കിന്നത് പറ്റുന്ന കാര്യമേ ഇല്ല. ഇതൊന്നും എനിക്ക് ഈ പറഞ്ഞ വാക്യങ്ങളൊന്നും എനിക്ക് ഗ്രാഹ്യമല്ല. അതുകൊണ്ട് ശ്രീരാമൻ തന്നെ മന്നവനായിട്ട് രാജാവായിട്ട് അവിടെ പോയി വാഴുക, മടിക്കണ്ട എന്ന് ഭരതൻ പറഞ്ഞു. എന്ന് ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. പിന്നെയും പുഞ്ചിരിയോടുകൂടി ശ്രീരാമൻ പറയുന്നു, ഭൂമി ഭർത്ത പിത നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല, കേൾ. അതായത് ഭൂമി ഭർത്താവ്, അതായത് രാജ്യം പാലിക്കുന്ന ആളാണല്ലോ ദശരഥ മഹാരാജാവ്. അപ്പോൾ രാജാവ് ഒരു മൂഢാത്മാവ്, അതായത് കാമിയോ മൂഢനോ പിതാവും
അച്ഛന് അത് പിതാവും കൂടാണല്ലോ രാജാവ്. അപ്പോൾ അവർ നാരീജിതനുമല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല. നീ കേൾക്കൂ, താതൻ അസത്യഭയം കൊണ്ട് ചെയ്തതായതുമേ. എന്താ ഇങ്ങനെ വരാനുള്ള കാരണം? 2 വരം നേരത്തെ അമ്മയ്ക്ക് കൊടുത്തതല്ലേ കൈകേയിക്ക്. അതെന്ത് ചോദിച്ചാലും കൊടുക്കാന്നല്ലേ സത്യം പറഞ്ഞേക്കുന്നത്? ആ സത്യം പാലിക്കണ്ടേ? ഇപ്പോൾ അവരത് ചോദിച്ചവൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് താതൻ അസത്യഭയം, അസത്യത്തെ അത്രമാത്രം ഭയം നല്ല മനുഷ്യർക്കുണ്ട്. സാധു ഭക്തന്മാരൊന്നും ഒരു വാക്ക് പോലും കള്ളം പറയത്തില്ല. കാരണം ഈശ്വരൻ സത്യമാണ്. ആ സത്യത്തെ മുൻനിർത്തി മാത്രമേ ഒരു സാധുക്കൾ ഭക്തന്മാർ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ദശരഥ മഹാരാജ എന്ത് തെറ്റാ ചെയ്തത്? എങ്ങനെ കാമിയായി, എങ്ങനെ മൂഢാത്മാവായി, എങ്ങനെ നാരീജിതനായി? ഇത് സത്യമല്ലേ അവിടെ ചെയ്തത്? നേരത്തെ കൊടുത്ത വരമല്ലേ കൊടുക്കുന്നത്? അപ്പോൾ അതെങ്ങനെ നാരീജിതനാവും? അപ്പോൾ അതുകൊണ്ട് ഏതുമേ താതന അസത്യഭയം കൊണ്ട് ചെയ്തത് ഏതുമേ നീ ദോഷം പറയതോർക്ക. അതുകൊണ്ട് നീ അങ്ങനെ പിതാവിനെ നീ ദോഷം പറയരുത്. പിതാവ് അസത്യം ആയിപ്പോയാൽ അതൊരിക്കലും വെക്കുന്ന ഒരു കാര്യമല്ല, അത് മഹാപാപമാണ്. അതുകൊണ്ട് അതിനെ ഭയന്നിട്ടാണ് പിതാവ് ഇത് ചെയ്തത്. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. സാധുജനങ്ങൾ നരകത്തിൽ പോകുന്നതിനേക്കാളും അതിഭയങ്കരമായ ഭയമാണ് അസത്യം പറയുന്നത്. അത്രമാത്രം അവരുടെ മനസ്സിന്. ഒരു ഭക്തൻ്റെ മനസ്സിൽ ഒരിക്കലും അസത്യത്തിൻ്റെ ഒരു കണിക പോലും വരത്തില്ല, വരാൻ പാടില്ല, വരത്തില്ല. അത് ഭയമാണ്. അവർ നരകത്തിൽ പോകുന്നതൊന്നും എല്ലാവർക്കും ഭയം. അസത്യം എന്ന് പറയുന്നത് ദൈവമല്ല, ഈശ്വരൻ സത്യമാണ്. ഈശ്വരൻ എന്നുള്ള ചിന്ത ഉള്ള ഒരു ഭക്തന്മാരും ഒരു കാര്യത്തിലും അസത്യം പറയത്തില്ല. അതാണ് ഇവിടെ ശ്രീരാമൻ പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ എങ്ങനെ, പിതാവ് എങ്ങനെയാണ് നാരീജിതനായത്, എങ്ങനെ കാമിയും മൂഢാത്മാവൊക്കെ ആയി അസത്യത്തെ ഭയന്നിട്ടാണ് ഇത്രയും കാര്യം ഇങ്ങനെ പറഞ്ഞത്. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ എന്നാ ഭരതൻ പറഞ്ഞു. എന്നാൽ ഞാൻ വനത്തിൽ വാഴാം. നിന്തിരുവടി സങ്കടമെന്നീ രാജ്യവും വാഴുക. എങ്കിൽ ഭരതൻ പറഞ്ഞു, എങ്കിൽ ഞാൻ വനത്തിൽ വാഴാം. നിന്തിരുടെ ശ്രീരാമൻ രാജ്യം വാഴുക എന്ന് പറഞ്ഞു. സോദരൻ യുദ്ധം പറഞ്ഞ് അത് കേട്ട് അതിസാദരം രാഘവൻ താനും അരുൾ ചെയ്തു. ഇത്രയും പറഞ്ഞപ്പോൾ ശ്രീരാമൻ വീണ്ടും പറയുന്നു, രാജ്യം നിനക്ക് എനിക്ക് വിപിനവും പൂജ്യനാം താതൻ വിധിച്ചത് മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്ന് നിർണയം. നിനക്ക് രാജ്യം പിതാവ് മുന്നേ പറഞ്ഞു വെച്ചു, എനിക്ക് വനവും പറഞ്ഞു വെച്ചു. ഇനി അങ്ങനെ പൂജ്യനായിരിക്കുന്ന അത്രമാത്രം നന്മയുള്ള താതൻ അത് മുന്നേ വിധിച്ചതാണ്. അതിനൊരു വ്യത്യാസം വരുത്തിയാൽ, അതിന് ഓപ്പോസിറ്റ് വരുത്തിയാൽ നമുക്കത് സത്യവിരോധം വരുമെന്ന് പറഞ്ഞാൽ അത് സത്യവിരോധമാണ്. പിതാവ് ജീവിച്ചിരിപ്പോലുമില്ല. അപ്പോൾ പിതാവിൻ്റെ മനസ്സ് എത്രമാത്രം സങ്കടപ്പെടും. അതുകൊണ്ട് സത്യവിരോധം നമുക്ക് പാടില്ല. പിതാവ് നേരത്തെ മുന്നമേ വിധിച്ചതാണ്. രാജ്യം നിനക്കും വിപിനം, വനം എനിക്കും, ശ്രീരാമൻ പറഞ്ഞു. അതുകൊണ്ട് സത്യവിരോധം നമുക്ക് വേണ്ട. അപ്പോൾ പറഞ്ഞു, അപ്പം എന്താ പറയുന്നത്? എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെ പോലെ പോരുവൻ. കാനനത്തിനരുത് എങ്കിൽ ചേരുവൻ ചെന്ന് പരലോകമാശു. ഞാൻ നിത്യവും ഉപവാസേന ദേഹം ഉപേക്ഷിപ്പതിൻ നിത്യവും ആത്മനി നിശ്ചയിച്ചന്തികെ. എന്നാൽ കിങ്കരനായിട്ട് ലക്ഷ്മണൻ ശ്രീരാമൻ്റെ കിങ്കരനായിട്ട് സേവിക്കുക, ശ്രീരാമനെ സേവിക്കുക. ദാസനായിട്ട് അനുജൻ നിൽക്കുന്നത് പോലെ ഞാനും എന്നാൽ അങ്ങനെ നിന്നോളാം. ദാസൻ്റെ ദാസനായാലും സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാ. അപ്പോൾ പറയെങ്കിൽ ഞാനും തിരുവടി ശ്രീരാമൻ്റെ പിന്നാലെ കിങ്കരനായി ദാസനായിട്ട് സുമിത്രാത്മജനെ പോലെ ലക്ഷ്മണനെ പോലെ പോരുവൻ. കാനനത്തിന് അതരുതെങ്കിൽ അത് ഞാൻ അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ ചേരുവൻ ചെന്ന് പരലോകമാശു. എന്നാൽ ഞാൻ ജീവത്യാഗം ചെയ്യും, അതിനും നിങ്ങൾ സമ്മതിച്ചില്ല എങ്കിൽ. അപ്പോൾ ശ്രീരാമൻ്റെ കൂടെ കിങ്കരനായിട്ട് ഞാൻ വരും, ലക്ഷ്മണനെ പോലെ. അതിന് അരുതെങ്കിൽ, അത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ സമ്മതിച്ചില്ല എങ്കിൽ ചേരുവൻ ചെന്ന് പരലോകമാശു. ഞാൻ നിത്യവും ഉപവാസേന ദേഹം ഉപേക്ഷിപ്പ നിത്യവും ആത്മനെ നിശ്ചയിച്ച് അന്തികയെ ദർഭ വിധിച്ചു. ആ നിന്നിടത്ത് തന്നെ ശ്രീരാമൻ്റെ അടുക്ക തന്നെ വെയിലത്ത് അത് പറഞ്ഞു ദേഹം ഉപേക്ഷിക്കാനായിട്ട്, ഉപവാസം എടുക്കാനായിട്ട് ദർഭ വിരിച്ചു വെയിലത്ത്. എന്താണ്? ഇതിനും നിങ്ങൾ സമ്മതിച്ചില്ല, അരുതെങ്കിൽ, അതിന് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ലക്ഷ്മണനെ പോലെ കിങ്കരനായിട്ട് ശ്രീരാമൻ്റെ പിന്നാലേ വരും. അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനിനി എൻ്റെ ദേഹം ഉപേക്ഷിച്ച് പരലോകത്ത് പോകും. നിത്യവും ആത്മനി നിശ്ചയിച്ച് അന്തികയെ ദർഭ വിരിച്ചു. കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് പൊക്കു ഭരതനും. അങ്ങനെ
വെയിലത്ത് തന്നെ ദർഭ വിരിച്ചിട്ട് അവിടെ കിഴക്കോട്ട് നോക്കിയിരുന്ന ഉപവാസത്തിന് ദേഹം ഉപേക്ഷിച്ച് പോകാൻ. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ. അങ്ങനെ എത്രമാത്രം നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ ശ്രീരാമൻ തൽബോധനാർത്ഥം ശ്രീരാമൻ്റെ മനസ്സിൻ്റെ ബുദ്ധി പ്രയോഗിച്ച് നയനാന്ത സംജ്ഞയ, അതായത് കടക്കണ്ണിട്ട് ചൊന്നാൻ ഗുരുവിനോട്. അപ്പോൾ വസിഷ്ഠ മഹാമുനിയുടെ ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതിനെ സമ്മതിപ്പിക്കും. അങ്ങനെ നമ്മൾ രഹസ്യമായിട്ട് ആക്ഷൻ കാണിക്കത്തില്ലയോ, അല്ല പറഞ്ഞാൽ മരതം കേൾക്കത്തില്ലയോ. അതുകൊണ്ട് ഗുരുവിനോട് കടക്കണ്ണ് കാണിച്ചിട്ട് ഗുരുവിനോട് പറഞ്ഞു, വസിഷ്ഠനും ചെന്ന് കൈകേയി സുതനോട് ചൊല്ലിനാൻ. നയനാന്ത സംജ്ഞയ, കണ്ണ് കാണിച്ചു എന്തെങ്കിലും പറഞ്ഞ് ഈ ഭരതൻ്റെ മനസ്സ് മാറ്റിക്കൂ. കാരണം ദർഭ വിരിച്ച് വെയിലത്ത് ഉപവാസം എടുത്തിട്ട് ദേഹം ത്യജിക്കാൻ പോകുന്ന ആൾ നിർബന്ധം പിടിച്ചിരുന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ശ്രീരാമൻ വസിഷ്ഠ മഹാമുനി, കാരണം ശ്രീരാമൻ എന്തൊക്കെ പറഞ്ഞിട്ടും അനുജൻ കേൾക്കുന്നില്ല. പിന്നെ വസിഷ്ഠ മഹാമുനി ഇനി എന്തെങ്കിലും പറഞ്ഞു മാറ്റട്ടെ എന്ന് കരുതി. എന്തെങ്കിലും അല്ല, ഉള്ള കാര്യം അങ്ങ് പറയുമ്പം കേൾക്കുമല്ലോ. ഉള്ള കാര്യം എന്താ, ഭഗവാൻ അവതരിച്ചത് രാജ്യം പാലിക്കാനല്ല, വനത്തിൽ വന്ന് രാവണനെ വധിക്കാനാണ്. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാമല്ലോ. അതുവരെ രഹസ്യമായിട്ട് വെച്ചേക്കോ. ഭരതനോടൊന്നും പറഞ്ഞിട്ടില്ല ശ്രീരാമൻ ആരാണെന്നോ സീതാദേവി ആരാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഗുരുവിനോട് ആക്ഷൻ കാണിച്ച് നയനാന്ത സംജ്ഞയ, കടക്കണ്ണ് കാണിച്ചിട്ട് പറഞ്ഞു ഗുരുവിനോട്. വസിഷ്ഠനും ചെന്ന് കൈകേയി സുതനോട് ചൊല്ലിനാൻ. അങ്ങനെ കടക്കണ്ണ് കാണിച്ച് ആക്ഷൻ കാണിച്ചപ്പോൾ വസിഷ്ഠ മഹാമുനി ഭരതനോട് ഇത് പറഞ്ഞു. മൂഢനായിടൊല കേൾക്ക നീ എങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. നീ ഇങ്ങനെ മൂഢനാകാതിരി, നീ അറിവില്ലാത്ത കൊച്ചുങ്ങളെ പോലെ ആകാതിരി, നീ കേൾക്ക എങ്കിലേ ഗൂഢമായൊരു വൃത്താന്തം ഞാൻ പറഞ്ഞുതരാം നൃപാത്മജ. അതായത് ഭരത, നൃപാത്മജ വെച്ചാൽ രാജാവിൻ്റെ മകനെ പുത്ര, നീ മൂഢനായിരിക്കാതിരി, നിന്നെ അറിവില്ലാത്തവരെ പോലെ എന്താ നീ അജ്ഞാനം കാണിക്കുന്നത്? അതുകൊണ്ട് നീ കേൾക്കൂ, ഞാൻ പറയാം. രാമനാകുന്നത് നാരായണൻ പരൻ. ഈ രാമൻ ആരെന്ന് നിനക്കറിയോ? അത് ശ്രീരാമൻ എന്ന് പറഞ്ഞ ആളാരാ? ഭഗവാൻ സാക്ഷാൽ നാരായണനാണ്. ആ രഹസ്യം ഗൂഢമായൊരു ഗൂഢം വെച്ചാൽ രഹസ്യമാണ്. ഈ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത്ര നിർബന്ധം കാണിച്ചുകൊണ്ട് അവിടെ വെളിപ്പെടുത്തി. ഗൂഢമായൊരു കാര്യം വൃത്തം നിനക്ക് പറഞ്ഞുതരാൻ നൃപാത്മജ. രാമനാകുന്നത് നാരായണൻ പരൻ താമരസോത്ഭവനാർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. ഇവിടെ താമരസോത്ഭവം എന്ന് വെച്ചാൽ താമരയിൽ ഉത്ഭവിച്ചവൻ ആരാ? ബ്രഹ്മാവ്. പരമാത്മാവായ നാരായണൻ്റെ നാഭിയിൽ താമരയിൽ ഉത്ഭവിച്ചതാണ് ബ്രഹ്മാവ് പിതാവായ നാരായണനിൽ ചെന്ന് പാലാഴിൽ അപേക്ഷിച്ചു. എന്തിനാ? ഈ രാക്ഷസനായ രാവണനെ വധിക്കണം, ആർക്കും നിവർത്തിയില്ല. അതുകൊണ്ട് ഇവിടെ താമരസോ ഉത്ഭവൻ അർത്ഥിക്ക കാരണം, അപേക്ഷിച്ചു. ആരോടാ? പിതാവായ ദൈവത്തോട്, നാരായണനോട് അപേക്ഷിച്ചു. അതുകൊണ്ട് ഭൂമിയിൽ അയോധ്യയിൽ സൂര്യകുലമാണ്, അർക്കകുലമാണ് ദശരഥ മഹാരാജാവിൻ്റെ. അതുകൊണ്ട് സൂര്യകുലത്തിലെന്നും പറയും. അതുകൊണ്ട് ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു. അതായത് ഭൂമി പാലാത്മജനായ ദശരഥ മഹാരാജ ഭൂമി പാലിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകനായി ഇവിടെ പിറന്നത് ശ്രീരാമൻ ആരാ? സാക്ഷാൽ നാരായണനാണെന്ന് അതിന് യഥാർത്ഥം പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താ? അതാണ് ഗൂഢമായൊരു കാര്യം, രഹസ്യമായി വച്ചിരുന്നതാ. ഇവിടെ ഇപ്പം ഇത്ര നിർബന്ധം പിടിച്ചതുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഇനി എന്തിനാ വന്നത്? രാവണനെ കൊന്ന ധർമ്മത്തെ രക്ഷിച്ച് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. ഇവിടെ അപേക്ഷപ്രകാരം ബ്രഹ്മാവ് അപേക്ഷിച്ചത് കൊണ്ടാണ് ഭൂമിദേവിയായിരിക്കുന്ന ഭൂമി മാതാവും ഭക്തന്മാരും മഹർഷിമാരും ബ്രഹ്മാവും ഒക്കെ ചെന്ന് കരഞ്ഞും അപേക്ഷിച്ചത് കാരണമാണ് ഈ രാവണകുലത്തിൽ രാക്ഷസനായ രാവണനെയും മക്കളെയൊക്കെ വധിക്കാനും വേണ്ടിയാണ് ഇവിടെ ഭഗവാൻ അവതരിച്ചത്. അത് രാവണനെ കൊന്നിട്ട് ധർമ്മത്തെ രക്ഷിക്കാനാണ്. ഇവിടെ ഭക്തന്മാരായ ഒരുപാട് മഹർഷിമാരെയൊക്കെ അവൻ കൊന്നു തിന്നുന്നു. വനത്തിൽ ഒരുപാട് അസ്ഥികൂടങ്ങൾ കിടക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് എപ്പോഴോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ കാരണം? ഈ രാക്ഷസകുലങ്ങളെല്ലാം മഹർഷിമാരെ വധിച്ച് അവരുടെ മാംസം തിന്ന് അവരെല്ലാം ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണ് ഭഗവാൻ നിവർത്തിയില്ലാഞ്ഞാണ് ബ്രഹ്മാവൊക്കെ കരഞ്ഞ് അപേക്ഷിച്ചതുകൊണ്ടാണ് ശ്രീരാമ ഭഗവാനുടെ അവതരിച്ചത്. അതുകൊണ്ട് രാവണനെ കൊന്ന ധർമ്മത്തെ രക്ഷിച്ച ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ, അങ്ങനെ ദേവന്മാർക്ക് രക്ഷ കൊടുക്കാനാണ് യോഗമായാദേവിയായത് ജാനകി. അപ്പോൾ ലോകത്തിലെ ഈ ഭഗവതിയായിരിക്കുന്ന പരാശക്തിയാണ്
ജാനകി അത് സീത. അപ്പോൾ ലോകപിതാവ് ശ്രീരാമനായിട്ടും വന്നു, ലോകമാതാവ് സീതയായിട്ടും വന്നു. അതുകൊണ്ട് യോഗമായ ദേവിയായത് ജാനകി, ഭോഗി പ്രവരനാകുന്നത് ലക്ഷ്മണൻ. അതായത് അനന്തൻ പരമാത്മാവായ നാരായണൻ കിടക്കുന്ന മെത്ത പാമ്പാണല്ലോ, പാമ്പിനെ ചുറ്റി ചുറ്റി കിടന്നല്ലേ കിടക്കുന്നത്, അത് അനന്തൻ എന്ന് പറയും. അപ്പം ഈ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ അത് അനന്തനാണ്. അപ്പോൾ ഒരു 3 പേരും ആരാന്നിപ്പോൾ മനസ്സിലായോ? ശ്രീരാമൻ എന്ന് പറഞ്ഞത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണനാണ്, യോഗമായ ഭഗവതിയാണ് സീത, അനന്തനാണ്, അത് എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് അനന്തൻ. കാരണം ശയിക്കുന്ന മെത്തയല്ലയോ, അതുകൊണ്ട് ലക്ഷ്മണനാണ് പിന്നെ ഈ ശേഷൻ അനന്തൻ. ലോകമാതാവും പിതാവും ജനകജ, ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക. അപ്പോൾ ജനകജ എന്ന് പറയുന്നത് സീത, ജനകജയും രാഘവനും ആരാണ്? ലോകമാതാവും ലോകപിതാവും. അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായോ എന്ന് ഇപ്പം ആരോട് പറയുന്നു? ഭരതനോട് വസിഷ്ഠ മഹാമുനി രഹസ്യം പറഞ്ഞു. ഇത് രഹസ്യമാണ്, അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു തരാം, അത് നീ മനസ്സിലാക്കൂ. നീ ഇങ്ങനെ മൂഢനായിരിക്കാതിരി, ഇതാണ് സംഭവം. അതുകൊണ്ട് ലോകമാതാവായ അമ്മ മഹാശക്തിയാണ്, പരാശക്തിയാണ് ഈ ജാനകി സീത. ലോകപിതാവ് ആണ് ഈ ലക്ഷ്മണൻ, അല്ല ശ്രീരാമൻ. അതുകൊണ്ട് ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയാം. വഴിപോലെ നീ മനസ്സിലാക്കൂ. 2 പേരും അമ്മയും അച്ഛനുമാണ്, നമ്മുടെ എല്ലാവരുടെയും പിതാവും മാതാവുമാണ്. രാവണനെ കൊല്വതിന് വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. അതുകൊണ്ട് രാവണനെ കൊന്നിട്ട് ദേവകാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വനത്തിലേക്ക് പുറപ്പെട്ടത്. മന്ധര വാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ. മന്ധര കൊടുത്ത ന്യൂസ്, അതായത് പിന്നെ കൈകയോട് മന്ധര കൊടുത്ത എന്തോ അതിന് പറയുന്നേ അതിന് എന്തോ ഒരു വാക്കുണ്ടല്ലേ, അവരുടെ മനസ്സ് മാറ്റാൻ വേണ്ടി കൈകേയിക്ക് ഈ ബുദ്ധികളെല്ലാം കൊടുത്തത് എന്ത് കാരണത്താലാണ്? അങ്ങനൊന്നും സംഭവിക്കേണ്ടതല്ല, ഇത് ദേവകൃതം. അവിടുന്ന് ഭഗവതി മന്ത്രിയുടെ നാക്കിൽ വന്നിരിക്കണമേ. കൈകയെടുത്ത് പറയുമ്പം കൈകയ്ക്ക് ഇതെല്ലാം മനസ്സിലായി, അതിനുവേണ്ടി ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വരമായിട്ടൊക്കെ ചോദിച്ച് വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ എല്ലാം നാക്കിൽ ഉദിക്കണമെന്ന് പറഞ്ഞ് ഭഗവതിയെ പറഞ്ഞ് ദേവന്മാർ വിട്ടതാ മന്ധരയുടെ നാക്കിലിരിക്കാൻ. അതുകൊണ്ട് മന്ധര വാക്യവും, മന്ധര പറഞ്ഞ വാക്യമൊന്നും മന്ധരയുടേതല്ല, ദേവിയുടെയാ, സരസ്വതിയുടെയാ. അതുകൊണ്ട് കൈകേയിയുടെ ചിത്തവും നിർബന്ധവും ദേവകൃതമെന്നറിയാം നീ. അതുകൊണ്ട് മന്ധര തെറ്റൊന്നും ചെയ്തിട്ടില്ല, കൈകേയും തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ദേവകൃതം. അവിടുന്ന് പറഞ്ഞു വിട്ടതാ. ഇവരുടെ നാക്കിൽ ഇതൊക്കെ ഇരുന്നെങ്കിലേ കൈകേയെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാനൊക്കെ ഈ ഭരതന് രാജ്യം കൊടുക്കണമെന്നൊക്കെ മന്ധര പറയുമ്പോൾ അത് കേൾക്കും. അതെല്ലാം ന്യൂസായിട്ട് കൊടുക്കുന്നതൊക്കെ മന്ധരയാണ്. മന്ധര ഇങ്ങനെല്ലാം നുണകൾ പറഞ്ഞു കൊടുത്തെങ്കിലേ ഈ കൈകേയിക്ക് മനസ്സിലോട്ട് കയറുള്ളൂ. അത് ദേവി തന്നെ മന്ധരയുടെ വായിൽ നാക്കിലിരുന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ട് അവരാരും കുറ്റക്കാരല്ല. അതുകൊണ്ട് ഇതെല്ലാം ദേവകൃതമാണെന്ന് നീ മനസ്സിലാക്കൂ. മന്ധര വാക്യവും കൈകേയിയുടെ ചിത്തവും മനസ്സും നിർബന്ധവും. അവർ നിർബന്ധം പിടിച്ച് എന്താ പറയുക, ദേഷ്യം വരുമ്പം ക്രോധാലയം, ദേഷ്യം വരുമ്പോൾ കിടക്കുന്നൊരു ആലയമുണ്ട്, ഒരു മുറി, അവിടെ പോയി കിടക്കണമെന്നെല്ലാം പറഞ്ഞെടുത്തതെല്ലാം ഈ മന്ധരയാണ്. ആ കാര്യം സാധിക്കോളം നീ അവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞ്, അതായത് ഭരതന് തന്നെ രാജ്യം കൊടുക്കണം, നിൻ്റെ മകൻ അല്ലെങ്കിൽ നിങ്ങൾ വെളിയിലായിപ്പോവും, ഇവിടെ കൗസല്യയ്ക്കും ശ്രീരാമനൊക്കെ നന്മയുണ്ടാവും, നിങ്ങൾ അവിടെ അടിമകളായിപ്പോകും എന്നെല്ലാം നുണകളെല്ലാം പറഞ്ഞ് പിടിപ്പിച്ച ആരാ? ദേവിയാ. അവരുടെ നാക്കിൽ നിന്ന് ഇങ്ങനെ പ്രവർത്തിച്ചതാ. അതുകൊണ്ട് ഈ നിർബന്ധ വാക്യങ്ങളെല്ലാം ചിത്തമൊക്കെ അവർക്ക് ഉണ്ടാക്കിയതെല്ലാം ദേവകൃതമാണെന്ന് നീ മനസ്സിലാക്കൂ. ശ്രീരാമദേവ നിവർത്തനത്തെങ്കിലും ഉള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. അതുകൊണ്ട് നീ ശ്രീരാമദേവ നിവർത്തനത്തെങ്കിൽ നിൻ്റെ നിർബന്ധം, ശ്രീരാമൻ രാജ്യം പാലിക്കണം എന്നുള്ള നിൻ്റെ നിർബന്ധം, നിൻ്റെ ആഗ്രഹം നീയും അങ്ങ് ഉപേക്ഷിക്കൂ, പരിത്യജിച്ചിടുക. ഒരിക്കലും അത് സാധിക്കുന്നതല്ല. ഇവിടെ ശ്രീരാമൻ നാരായണനാണ് വന്നത്, ഇതാണ് ദേവകാര്യാർത്ഥമായിട്ട് വന്നതാണ്. ബ്രഹ്മാവ് അർത്ഥിച്ചത് കൊണ്ടാണ് ഇവിടെ ശ്രീരാമൻ അവതരിച്ചത് അർക്കകുലത്തിൽ. കാരണ പുരുഷാനുജ്ഞയ സത്വരം നീ രാജധാനിക്ക് പോക മടിയാതെ. അതുകൊണ്ട് നീ ഈ കാരണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് കാരണ പുരുഷാനുജ്ഞയ സത്വരം നീ രാജധാനിക്ക് പോക. അതുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് നീ അവിടേക്ക് തിരിച്ചു പോകൂ. മന്ത്രികളോടും ജനത്തോടും അന്തമില്ലാത്ത പടയോടും ഇപ്പോഴേ മന്ത്രികളും ഒത്തിരി ജനങ്ങളും പൗരന്മാരും രാജാക്കന്മാരും അമ്മമാരും അന്തമില്ലാതെ പടയോടും ഇപ്പോഴും അങ്ങനെ വൻ പടയുമായിട്ട് വന്നേക്കും അവരെല്ലാവരോടും നീ ഇപ്പോഴേ തന്നെ പൊക്കോ.
രാജ്യം പാലിക്കാണ്ട് പോയിക്കോളൂ, ഇപ്പോഴേ പോകൂ, ചെന്ന് അയോധ്യാപുരിപുക്ക് വസിക്ക നീ. ഇങ്ങനെ നീ വൻ പടയുമായിട്ട് വന്നതല്ലേ, മന്ത്രിയും നിങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ അയോധ്യയ്ക്ക് പോയി പുക്ക് വസിക്ക. വന്നീടു അഗ്രജൻ താനും അനുജനും ദേവിയും 7 സംവത്സരാവധു. 14 വർഷം കഴിയുമ്പോൾ വന്നീടും അഗ്രജൻ, ജ്യേഷ്ഠൻ. അഗ്രജൻ വെച്ചാൽ ശ്രീരാമൻ, ജ്യേഷ്ഠൻ എന്ന് പറയും, മൂത്തവൻ. അപ്പം അഗ്രജനും താനും, അഗ്രജൻ താൻ ശ്രീരാമനും അനുജൻ ലക്ഷ്മണനും സീതാദേവിയുമായിട്ട് 14 വർഷം കഴിയുമ്പോൾ അവിടേക്ക് വന്നിടും. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. രാവണനെയും അയാളുടെ മകനെയൊക്കെ വധിച്ചിട്ട് അവിടേക്ക് തിരിച്ചു വരും 14 വർഷം കഴിയുമ്പോൾ. യുദ്ധം ഗുരുകൃതികൾ കേട്ടോ ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട്. ഇത്രയും ഗുരുവിൻ്റെ വത്സമഹാമൻ ഈ രഹസ്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മനസ്സിനകത്ത് അല്പം വിസ്മയം ഉണ്ടായി, വിഷമമൊക്കെ. ഇനിയിപ്പോൾ ദേഹം ത്യജിച്ച് എന്തോ പറയുക, ആത്മഹത്യയൊന്നും ചെയ്യത്തില്ല. എന്നിട്ട് ചിത്തയെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്തിയ, അങ്ങനെ സന്തോഷമായി, വിസ്മയം വന്ന്. രഹസ്യം മനസ്സിൽ വെച്ചിട്ടുണ്ടെന്ന എങ്ങനെ അറിയും ഭരതൻ? അവിടെ വത്സമഹാമുനി കടക്കണ്ണ് ശ്രീരാമൻ കാണിച്ചതുകൊണ്ട്, ഇത്രയും അവിടെ പറഞ്ഞതുകൊണ്ട് ഈ ഭരതൻ്റെ നിർബന്ധം അങ്ങ് മാറി. എന്നിട്ട് ഭക്തിയാ രഘുത്തമ സന്നിധു സാദരം ഗത്വ. അങ്ങനെ വിസ്മയിച്ചും കൊണ്ട് ഭഗവാൻ ശ്രീരാമൻ നാരായണനാണല്ലോ, അപ്പോൾ ഒത്തിരികൂടെ സന്തോഷമായിട്ട് ഭക്തിയാ അങ്ങനെ ചെന്ന് രഘുത്തമ സന്നിധു ഭഗവാന്റെ അടുക്കലേക്ക് ചെന്ന് സാദരം ഗത്വ മുഹുർ നമസ്കൃത്വ സഹോദരനെ നമസ്കരിച്ച് പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യ മമ സേവിച്ചു കൊള്ളുവൻ. അവിടുത്തെ പാതുകം മെതിയടി ദേഹി, അവിടുത്തെ അങ്ങായി തന്നെ ഞാൻ ഈ മെതിയടി കൊണ്ട് പൂജിച്ചു കൊള്ളാം. രാമനാണെന്ന് കരുതി ആ പാദത്തിൽ ഞാനിരുന്ന് സേവിച്ചു കൊള്ളാം. ഞാൻ പോയി 14 വർഷവും ഈ മെതിയടി കൊണ്ടുപോയി അത് ശ്രീരാമനാണെന്ന് സങ്കല്പിച്ച് വെച്ച് ആ പാദബുദ്ധിയ, ആ പാദം ശ്രീരാമനെന്ന് കണ്ട് മമ ഞാൻ സേവിച്ചു കൊള്ളാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പാതുകാം ദേഹി രാജേന്ദ്ര രാജായതേ പാദബുദ്ധിയ മമ സേവിച്ചു കൊള്ളുവാൻ. അതുകൊണ്ട് മെതിയടി ചോദിക്കുക, യാവത്തോ ആഗമനം ദേവദേവാമേ താവദേവ അനാരതം ഭജിച്ചിടുവൻ. അതുകൊണ്ട് തിരിച്ചു വരുന്നത് വരെ, ഭഗവാൻ ശ്രീരാമൻ തിരിച്ചു വരുന്നത് വരെ ദേവദേവ മേ ഞാൻ അതുവരെ താവദേവ അനാരതം ഭജിച്ചിടുക. അങ്ങയുടെ പാദത്തിൻ്റെ ആ മെതിയടി എടുത്ത് ഞാനിങ്ങനെ ആ ശ്രീരാമനായി കണ്ടുകൊണ്ട് ഞാൻ ഭജിച്ച് അവിടെ ഇരുന്നു കൊള്ളാം. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. അങ്ങനെ ഇത്രയെല്ലാം ഭക്തിപരമായ ഭരതൻ്റെ വാക്കുകൾ കേട്ട് ഭഗവാൻ ശ്രീരാമൻ പൊൽത്താരടികളിൽ ചേർത്ത ആ മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ. അത്രമാത്രം ഭക്തനാണ് ഭരതൻ, എത്രമാത്രം പറഞ്ഞറിയിക്കാവുന്ന വാക്കുകളില്ല അതിന്. അങ്ങനെ നത്വ പരിഗ്രഹിച്ചിടാൻ തമ്പിയും. അപ്പോൾ അനുജൻ ശ്രീരാമൻ ഈ മെതിയിട്ട് കൊടുത്തു, ഭക്തിയാ ഭരതന് കൊടുത്തു, അത് ഭക്തിമാനായ ഭരതന് കൊടുത്തു. അപ്പോൾ അത് സ്വീകരിച്ചു ഈ തമ്പി, ഈ അനുജനെ തമ്പി എന്ന് പറയും. ഉത്തമരത്നവിഭൂഷിത പാതുക ഉത്തമാംഗേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത്വ സകൽഗതം കൃത്വ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സകൽഗതം. സകൽഗത കണ്ണുനീരോടുകൂടി തന്നെ ഉത്തമരത്ന വിഭൂഷിത പാതുക ഉത്തമാംഗേ, അങ്ങനെ ഇരിക്കുന്ന ഉത്തമരത്ന അത് രത്നമാണ്, അതിനപ്പുറത്ത് ഒന്നുമില്ല, രത്നത്തിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നല്ല നല്ല പേരുകളൊക്കെ നമുക്ക് ഇടണം, രത്നം എന്നൊക്കെയുള്ള പേരിടണം. അപ്പോൾ ഉത്തമ രത്ന വിഭൂഷിത പാതുകാം ഉത്തമാംഗേ, ഭരതൻ്റെ ഉത്തമാംഗത്തിൽ തലയിൽ വച്ച് ചേർത്ത് രാമ നരേന്ദ്രനെ. ആ പാതുകം ആരാണ്? രാമനരേന്ദ്രനെ, അത് ശ്രീരാമനാണ്. ആ പാതുകം മെതിയടി അദ്ദേഹത്തിൻ്റെ ഭരതൻ്റെ തലയിൽ വെച്ചിട്ട് അത് ശ്രീരാമനാണെന്ന് കണ്ടുകൊണ്ട് ഭക്തിയാ പ്രദക്ഷിണം ചെയ്തു, ശ്രീരാമൻ്റെ ചുറ്റിനും പ്രദക്ഷിണം ചെയ്ത് കൃത്വ നമസ്കരിച്ച് ഉദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗൽഗതം. കണ്ണുനീരോടി ഗൽഗതത്തോടുകൂടി പറയുന്നു, മന്യൊപ്ത പൂർണ്ണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്ന് വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. മന്യൊപ്ത പൂർണ്ണേ 14 വർഷം അത് കരഞ്ഞും കൊണ്ടാണ് ഗൽഗതം, സങ്കടപ്പെട്ടിട്ടാ. കാരണം ശ്രീരാമൻ്റെ പാതുകം വാങ്ങി തലയിൽ വെച്ചിട്ട് അത് ശ്രീരാമ ഭഗവാനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അത്ര ഭക്തിയാണ്. നമുക്ക് ആർക്കും ഇങ്ങനെയുള്ള ഭക്തി ഉണ്ടോ? അങ്ങനെ ആ 14 വർഷം അത് ഭഗവാന്റെ പാദമാണെന്നും ആ പാദത്തിൽ ഭഗവാന്റെ പാദത്തിൽ ഇരുന്ന് സേവിച്ചു കൊള്ളാം, ഞാൻ പോയി അങ്ങനെ ഇരുന്നു കൊള്ളാം,
മന്വബ്ദ പൂർണ്ണി, ഈ 14 വർഷം തികയുന്ന മന്വബ്ദ പൂർണ്ണി പ്രഥമ ദിനി, 1-ാം ദിവസം. ഇന്ന് 14 വർഷം തികഞ്ഞെങ്കിൽ അടുത്ത ദിവസം 1-ാം ദിവസം പ്രഥമ ദിനി ഭവാൻ ശ്രീരാമൻ വന്നതില്ലെന്ന് വന്നിടുകിൽ, അങ്ങനെ അന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ, അതായത് ഭരതൻ, അന്യ ദിവസം, അതിൻ്റെ 2-ാം ദിവസം അന്യദിവസം ഉഷസി രാവിലെ ജ്വലിപ്പിച്ച വന്യയിൽ, അത്രമാത്രം തീ കൊണ്ട് ജ്വലിപ്പിച്ച വന്നി, ആ തീയിൽ വലിയായിട്ട് ജ്വലിപ്പിച്ച ഒരു തീയിലെടുത്ത് ചാടി മരിക്കണ്ടേ, അത്രത്തോളം ജ്വലിപ്പിച്ച വന്യയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. അപ്പോൾ 14 വർഷം തികഞ്ഞിട്ട് പിറ്റേ ദിവസം 1-ാം ദിവസം, ആ ദിവസം നോക്കിയിരിക്കും വന്നോ വരുന്നോ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെ ചെയ്യും. പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയാ. അതുകൊണ്ട് എന്നത് കേട്ടു രഘുപതി നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലി ഞാൻ. അത് കേട്ടപ്പോൾ കണ്ണുനീരൊക്കെ തുടച്ചു. അനുജൻ്റെ കരുതും കൊണ്ടല്ലയോ പറയുന്നത്. അങ്ങനെ തുടച്ചിട്ട് ശ്രീരാമൻ പറയുന്നു, അങ്ങനെ തന്നെ ഒരന്തരമില്ലതിന് ഞാൻ അന്ന് തന്നെ വരും നിർണയം. ആ പറഞ്ഞ വാക്ക് തന്നെ കുഞ്ഞേ, അങ്ങനെ തന്നെ ഞാൻ അന്ന് തന്നെ വന്നിരിക്കും. അങ്ങനെ തന്നെ അതിന് ഒരു അന്തരവുമില്ല, അത് തന്നെ സംഭവിക്കും. ഞാൻ അന്ന് തന്നെ വരും. അതാണ് അങ്ങനെ തന്നെ അന്ന് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വന്നിരിക്കും. അങ്ങനെ തന്നെ ഒരു അന്തരമില്ല, ഞാൻ അന്ന് തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. അത് പറഞ്ഞിട്ട് അവർക്ക് യാത്ര പറയാൻ മെതിയുടെയൊക്കെ തല വെച്ച് പ്രദക്ഷിണം ചെയ്തല്ലേ, പിന്നെ യാത്ര പറഞ്ഞ് പോരുക. അങ്ങനെയല്ല, അന്ന് തന്നെ വരും നിർണയം നിശ്ചയമാണ് എന്നരുൾ ചെയ്ത് വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദിയതരം പുറപ്പെട്ടു ഭരതനും. അങ്ങനെ ശ്രീരാമ ഭഗവാന്റെ ചുറ്റും പ്രദക്ഷിണമൊക്കെ ചെയ്ത് നമസ്കരിച്ചിട്ട് പുറപ്പെട്ടു. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേർത്തുകൊണ്ട് ആരൂഢമോദന കൊണ്ടുപോയിടിനാർ. അങ്ങനെ ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരുടെയും ഉള്ളത്തിലാക്കിക്കൊണ്ട് അവരെല്ലാവരും അയോധ്യയിലേക്ക് തിരിഞ്ഞു പോയി. നമുക്കിനി അടുത്ത ദിവസം ബാക്കി ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ, ഞാൻ ഇടയ്ക്ക് വെച്ചൊക്കെ മറന്നുപോയി. അപ്പോൾ ഇതുപോലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഈശ്വരൻ കനിയുന്നെങ്കിൽ നമുക്ക് ഇനിയും ഇതിൻ്റെ ബാക്കി വായിക്കാം എന്നേ എനിക്ക് പറയാൻ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എൻ്റെ പ്രായം അതല്ല, അന്നന്ന് കണ്ടവരെ വാഴ്ത്തിയാൽ മതി. നമുക്ക് ഇപ്പോഴും നമ്മുടെ സമയം, അടുത്ത നേരം നമ്മുടേതല്ല. ഭഗവാൻ എന്താ തീരുമാനിക്കുക നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒന്നും മുന്നേറ് പറഞ്ഞു വെച്ചാൽ നമ്മളത് പാലിക്കണ്ടേ. നാളെ എന്ന് പറയുമ്പോൾ ഞാനത് പാലിച്ചില്ലെങ്കിൽ ആ വാക്കോടെ കിടക്കത്തില്ലേ. അവിടെ ഇതുപോലെ ഈശ്വരൻ അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലെ തുടങ്ങാം, പറയാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.